ഇന്നും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേട്ടോ. എന്തിനായിരിക്കും ആ ഉപ്പ അവളോട് അങ്ങനെ ചെയ്തേ? നമ്മുടെ പേജിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രൈഡ്സിൻ്റെ അടുത്തേക്ക് പോയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ഡിലേ ആയി, എന്നാലും ബാക്കി സ്റ്റോറി പറയണമല്ലോ. അപ്പോൾ ഹായ് ഹലോ, ഐ എം ജിസ്ലി. ഞാനിപ്പോൾ ഈ പറയുന്ന സ്റ്റോറി ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന ബ്രൈഡിൻ്റെതല്ല കേട്ടോ. സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണിച്ചു തരുമോ, ഞാൻ കുറേ ഫീൽഡിൽ തപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഈ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഒരുപാട് മെസ്സേജസും ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി സ്റ്റോറി ഒന്ന് പറയോ, ഒന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബാക്കി സ്റ്റോറി ഒന്ന് തുടങ്ങിയാലോ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം കേട്ടോ. ആ ഉമ്മ കിടന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്തിനാണ് കേട്ടിട്ടും കേൾക്കാത്ത പോലെ തിരിഞ്ഞു കിടന്നത് ആ ഉപ്പ? ഉമ്മല്ലേ മരിച്ചുള്ളൂ, ഉപ്പ ഉണ്ടല്ലോ എന്ന് ഞാൻ വാക്കിൽ പറഞ്ഞപ്പോ വല്ലാതെ ഇടറിയ വാക്കുകളോടെ എന്റെ ബ്രൈഡ് എന്നോട് പറഞ്ഞ്, ഉമ്മക്ക് പകരം വെക്കാം ഈ ലോകത്ത് ആരും ഇല്ലട്ടെ തിസ്ലിന്ന്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഒരു കണ്ണീരോട് ചെയ്ത മേക്കപ്പ് എന്നൊക്കെ പറയൂലേ, അങ്ങനെയായിരുന്നു ആ മേക്കപ്പ് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ വീഡിയോ ആ ഉപ്പ കാണുന്നുണ്ടെങ്കിൽ ആ ഉപ്പനോടാട്ടോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ആ ടൈമിലൊന്ന് എണീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് എണീറ്റ് വേറെ റൂമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ബ്രൈഡ് അത്രയും സന്തോഷത്തോടെ അവളുടെ വലിയ ദിവസം കഴിച്ചു കൂട്ടിയേനെ. ഇത്രയേറെ ആ ബ്രൈഡ് കരഞ്ഞിട്ടുണ്ട്. താങ്ങും തങ്ങണലും ആവേണ്ട ആൾക്കാർ നമ്മളെ ലൈഫിൽ നിന്ന് പോയി എന്നതിനുപരി നമ്മളെ ലൈഫിലുള്ള ആൾക്കാർ പോലും നമുക്കൊരു പില്ലറായി മാറാതെ അതില് ചെറിയ കുത്തും നോവും ഒക്കെ ഉണ്ടാക്കി പോകുമ്പോ വല്ലാത്തൊരു ഫീൽ തന്നെ വരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താ അറിയോ, ആ റൂമിന് ഡോർ അടച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉപ്പ എണീറ്റ് തിരിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഉപ്പ ഒന്ന് എണീറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെ ഏറ്റവും കൂടുതൽ ഓക്കെ ആക്കിയത് വല്യുമ്മയായിരുന്നു കേട്ടോ, അതായത് ഉമ്മന്റെ ഉമ്മ. ബ്രൈഡിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് ആ ഉമ്മന്റെ ഉമ്മയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വല്യുമ്മനെ കുറിച്ച് 1000 നാവായിരുന്നു ബ്രൈഡിന് ഉണ്ടായിരുന്നത്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ബ്രൈഡിനെ കാണാൻ വേണ്ടി ഫസ്റ്റ് ആയിട്ട് തിരക്ക് കൂട്ടിയത് ഉമ്മന്റെ ഉമ്മന്നെ ആയിരുന്നു കേട്ടോ. വെഡിങ് ഡ്രസ്സിൽ വല്യുമ്മ പേരക്കുട്ടിയെ കണ്ടപ്പോ നല്ലോണം ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ മോൾ ഇത് കാണാൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ടായിരുന്നു ആ വല്യമ്മ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ മോളെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ മരിച്ചുപോയ മോളെ തന്നെയാണ് ഞാൻ കാണുന്നതെന്നുള്ളത്. കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കരഞ്ഞിട്ടായിരുന്നു ഞാനൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. കുറെ നമ്മൾ കഷ്ടപ്പെട്ടാലും ഒരു ദിവസം നമ്മൾ നന്നാവൂടാ, ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവും കേട്ടോ എന്നും പറഞ്ഞിട്ടായിരുന്നു ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവിടുത്തെ ഫാമിലി ഇങ്ങനെയാണെങ്കിലും ആളുടെ കല്യാണം കഴിച്ച ഫാമിലി അടിപൊളിയാവട്ടെ എന്ന് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. സൈനിങ് ഓഫ് ദിസ്ലി.